വന്നിരിക്കുന്നത് ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു കേക്കുമായിട്ടാണ്. അതെങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ളത് കാണാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവേ. അതിന് ഞാനിവിടെ ഒരു 3/4 കപ്പ് കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ്. അതിൻ്റെ അകത്തോട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്കിതെങ്ങനെ ഫില്ലാക്കാമെന്നുള്ളത് നോക്കാവേ. നമുക്ക് ആദ്യത്തെ ലെയർ വെക്കാം. ഇതിൽ ഞാൻ ഷുഗർ സിറപ്പായിട്ട് ഒഴിക്കുന്നത് കരിക്ക് വെള്ളത്തിൽ പഞ്ചസാര മിക്സ് ആക്കിയതാണ്. അതായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഐസിങ് തേക്കാം. ഐസിങ് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, കരിക്കിൻ്റെ കാമ്പും മിൽക്ക് മെയ്ഡും കൂടെ ഉള്ളത് പേസ്റ്റാക്കി, അത് നമുക്ക് ഇതിലോട്ട് അത് മൊത്തം നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ഇത് ഫില്ലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ്. ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി കരിക്ക് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് പേസ്റ്റാക്കി എടുക്കാവേ. ഞാൻ പിന്നെ അത്ര ലൂസാക്കിയിട്ടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. പീസാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇടയ്ക്ക് കേക്കൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഐസിങ് തേക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണിത്. അങ്ങനെ ഈ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഡെക്കറേഷൻ ഇത് സൈഡിൽ കൂടെ വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഒന്ന് നടുവിനെ കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഒരു പീസ് മുകളിലോട്ടും ഒരു പീസ് താഴോട്ടുമായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് നീക്കി വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നടുക്കൂടെ ഒന്ന് ഐസിങ് തേച്ച് കട്ട് ചെയ്ത പാടൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കൊന്ന് ആ ഫ്രണ്ട് ഭാഗം ഒന്ന് ഫിനിഷാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. റെഡ് കളർ യെല്ലോ കളറും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഫ്ലവറാണ് ഞാനിവിടെ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ലീവ്സൊക്കെ വരച്ച് അത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബോർഡറൊക്കെ വരച്ച് കൊടുക്കാവേ. എല്ലാവരും ഈ കേക്കൊന്ന് ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ.